ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നത്? കോൺഗ്രസിന്റെ CPM-ന്റെ ഒരു നേതാക്കളെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളോ പ്രവർത്തകരോ കണ്ടിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും CPM-നും പിന്തുണ കൊടുക്കില്ല എന്ന നിലപാടാണ് BJP സ്വീകരിച്ചത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച കത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്രമായി മത്സരിച്ച ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായത്. ഭാരതീയ ജനതാ പാർട്ടിയെ ഒരാളെ പോലും BJP-യിലേക്ക് ക്ഷണിക്കാനോ അധികാരം പങ്കിടാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്ന പ്രശ്നമില്ല, ഭാരതീയ ജനതാ പാർട്ടിയെ ആരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നില്ല എന്ന പ്രഖ്യാപനങ്ങളാണ് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് ഭാരതീയ ജനതാ പാർട്ടി സമീപിച്ചിട്ടുള്ളത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് രണ്ട് പാർട്ടിയിൽ നിന്നും രാജിവെച്ച ആളുകൾക്ക് പിന്തുണ നൽകുമെന്ന ആ പാർട്ടിയുടെ നിലപാടാണ് മറ്റത്തൂരിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. CPM-ന്റെ 25 വർഷക്കാലത്തെ ആ ഭരണം ദൂർത്ത് അതിനെതിരായിട്ടാണ് ഞങ്ങൾ സ്വതന്ത്ര അംഗത്തിനെയാണ് പിന്താങ്ങിയിട്ടുള്ളത്. അവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്തത് CPM-ആണ്. കൊച്ചൗസേപ്പിനെ വിലക്ക് മേടിച്ചത് CPM-ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുകൾ എങ്ങനെയാണ് മുഴുവൻ ആളുകൾ രാജിവെച്ചത് എന്ന് കോൺഗ്രസ്സുകാരാണ് വ്യക്തമാക്കേണ്ടത്. അല്ലാതെ BJP പോയി സമീപിച്ചു, BJP 4 അംഗങ്ങൾ പോയി സമീപിച്ചാൽ, BJP-യുടെ ആളുകൾ പോയി സമീപിച്ചാൽ രാജിവെക്കുന്ന ആളുകളാണോ കോൺഗ്രസ്സുകാർ? അത് വ്യക്തമാക്കേണ്ടത് അവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സ്വതന്ത്രമായിട്ടുള്ള ആളുകൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. രാജിവെച്ച് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ആളുകൾക്കാണ് പിന്തുണ കൊടുത്തത്. അല്ലാതെ BJP ആരെയും പാർട്ടിയിലേക്ക് വരെ ഈ നിമിഷം വരെ ക്ഷണിച്ചിട്ടില്ല. രാജിവെച്ചതിന് ശേഷം ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, അതായത് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അവരെ? ഭാരതീയ ജനതാ പാർട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യം? സ്വതന്ത്രമായി മത്സരിക്കുന്ന ആളുകൾക്ക് പിന്തുണ നൽകാമെന്ന് ഞങ്ങൾ വാഗ്ദാനം കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര പ്രസിഡന്റിനെ ഞങ്ങൾ പിന്തുണച്ചത്. എന്തായാലും അവരെ BJP-യിലേക്ക് ക്ഷണിക്കാനോ അവരുമായി ഒരു അധികാരം പങ്കിടാനോ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടില്ല. അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യം സംസാരിക്കാൻ തയ്യാറായിരുന്നു. അവരുമായിട്ട് ചർച്ചകൾ നടന്നു. ചർച്ച നടത്തി BJP-ക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച്, അതായത് പല ആളുകളും BJP-യുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധപ്പെട്ട സമയത്ത് ഏത് പാർട്ടിക്കാരാണോ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വരുന്നത് അവരെ പിന്തുണയ്ക്കാൻ പാർട്ടി തയ്യാറാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ രാജിവെച്ച കത്ത് ഞങ്ങൾക്ക് ലഭിച്ചതിന് ശേഷമാണ് സ്വതന്ത്ര അംഗത്തിന് പിന്തുണ നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുള്ളത്. BJP-യുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ തന്നെയാണോ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്? അല്ല, അങ്ങനത്തെ ഒരു വട്ടമേശ സമ്മേളനം ഒരു ചർച്ചയോ നടന്നിട്ടില്ല. BJP-യെ സംബന്ധിച്ച്